ഗ്ലാസ്സിൽ പകുതി ഇരിപ്പുണ്ട്. അതും എടുത്തോണ്ട് പുള്ളിക്കാരൻ ആടി ആടി വന്നു നമ്മുടെ നിക്കാഫിന്റെ മുമ്പിൽ. എവിടെ മുമ്പിൽ എന്നോട്ട് കുടിച്ചങ്ങ് തീർത്തു. എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായോ? ഞാനാണ് മാർമൽ ഓഫ് XMLA. XMLA ഇപ്പൊ MLA അല്ല, ഇപ്പൊ വെറും MLA ആയിരുന്നു. മാർമൽ ഓഫ് XMLA. നിങ്ങൾ ഗവൺമെന്റ് സർവീസിലാണോ? അല്ല, ഞാൻ വിദ്യാർത്ഥിയാണ്. ലോ കോളേജിൽ പഠിക്കുന്നു. വിദ്യാർത്ഥി ആയിരുന്നു. 4-5 മാസമായിട്ട് പോകുന്നില്ല. ഫീസ് അടയ്ക്കാൻ പണമില്ല. എന്നെ പുറത്താക്കി. അതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥി ആയിരുന്നു. ഓ, അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി, ഞാൻ XMLA. നമ്മൾ തമ്മിൽ ചേരും. വിദ്യാർത്ഥിയുടെ പേരെന്താ? നിക്കാഫ്. നല്ല പേര്. വിദ്യാർത്ഥി, ഒരു സംശയം. നിങ്ങൾ ലോ കോളേജിൽ പഠിക്കുന്ന നിയമം പഠിക്കുന്ന ആളല്ലേ? ഒരു സംശയം. ഈസ് പോവർട്ടി എ ക്രൈം? എന്താ ഈസ് പോവർട്ടി എ ക്രൈം? പോവർട്ടി, ദാരിദ്ര്യം ഒരു ക്രൈമാണോ? കുറ്റമാണോ? ഒരു ദുർഗുണമാണോ? അയ്യോ, ഇങ്ങനൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് തത്വശാസ്ത്രം ഒന്നും അറിഞ്ഞൂടാ. പയ്യനല്ലോ, ഞാൻ പറഞ്ഞുതരാം. ദാരിദ്ര്യം ദുർഗുണമല്ല, ദാരിദ്ര്യം ദുർഗുണമല്ല, ലക്കുകെട്ട മദ്യപാനം സദ്ഗുണമല്ല, ദരിദ്രന ഭാര്യയും ആട്ടിയിറക്കും, ചൂലിനടിക്കും പുറത്താക്കും. സ്വന്തം അനുഭവം പറയാണ്. ദരിദ്രന ഭാര്യയും ആട്ടിയിറക്കും, ചൂലിനടിക്കും പുറത്താക്കും. വിദ്യാർത്ഥി, എന്റെ ഭാര്യ അറിയോ? ഇല്ല. എന്റെ ഭാര്യ കാതറീനെ അറിയത്തില്ല? ഇല്ല. അവിടെ ആദ്യത്തെ ഭർത്താവിനെ അറിയോ? ഇല്ല. അവിടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു. അവിടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു, എന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ചേരുമല്ലോ. ഞങ്ങൾ തമ്മിൽ ചേർന്ന് 4 പിള്ളേരുണ്ട്. എന്റെ അല്ലേ മറ്റേവൻ്റെത്. എന്റെ ആദ്യത്തെ കല്യാണത്തിൽ എന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മോളുണ്ടായിരുന്നു, സോയ. അവൾ മാത്രം സോയ, ബ്യൂട്ടിഫുൾ സോയ, സ്വീറ്റ് 17, മധുര 17-കാരിയ സോയ. കോകാതെ ഒതുക്കാതെ പുഷ്പങ്ങൾ ചൂടാതെ കോമളാഭംഗിതൻ കൂന്തൽ ചുരുളുകൾ. ഈ കവികളൊക്കെ പാടുന്ന എന്റെ മോളെ കുറിച്ചാണ്. അവള് നിങ്ങൾ കണ്ടിട്ടില്ല? ഇല്ല. അവിടെ പേര് കേട്ടിട്ടില്ല? ഇല്ല. അയാൾ കള്ളം പറഞ്ഞത്. അയാൾ കേട്ടിട്ടുണ്ട്. അയാൾ മാത്രമല്ല, പീറ്റേഴ്സ്ബർഗിൽ സകല ആളുകൾ ഈ പേര് കേട്ട ഒരു കുപ്രസിദ്ധമായ പേരാണ്. എന്റെ മോൾ സോയ സ്വല്പം ഒരു തുറന്നിറക്കാരിയാണ് കേട്ടോ. വിദ്യാർത്ഥി, സ്വല്പം ഒരു നികൃഷ്ട ജീവിതം. അവിടെ കുറ്റമല്ല. ഞാനിപ്പോ XMLA. കെട്ടിയിട്ടടിച്ച കൂറപ്പേ മേടിക്കാൻ കാശുണ്ട്. വീട്ടിൽ പട്ടിണിയാണ്. എന്റെ കാതറിനും പിള്ളേരും പട്ടിണി കിടന്ന് കരയുമ്പോ എന്റെ സോയക്ക് സഹിക്കത്തില്ല. അവള് തെരുവിൽ ഇറങ്ങിപ്പോ. നേരം വെളുത്ത് വരുമ്പോ അവിടെ ഈ കാശുണ്ട്. അവിടെ കുറ്റമാണ്. ഞാൻ ഇപ്പൊ കുടിക്കുന്നില്ലേ? എന്റെ അമ്മയുടെ കാശുണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞു, മോളെ അപ്പച്ചന് കുടിക്കാൻ കാശ് വേണം. അവള് തപ്പിപ്പറക്ക് 21 കോപ്പക്സ് തന്നു. ഞാൻ തീർത്തിട്ടിരിക്കാൻ നോക്കണം. എന്റെ ഒരു ദാരിദ്ര്യം നോക്കണം. അതാ ഞാൻ പറഞ്ഞത്. ദാരിദ്ര്യം ദുർഗുണമല്ല, മദ്യപാനം സദ്ഗുണമല്ല. വിദ്യാർത്ഥി, ഒരു ചെറിയ സഹായം ചെയ്യണം. കാശൊന്നും വേണ്ട. എന്നെ വീട്ടിലെത്തിക്കണം. ഈ പരുവത്തിൽ പോയാൽ ഞാൻ വീട് പറ്റത്തില്ല. ഞാൻ വല്ല ഓടയിലും കിടന്ന് ഉറങ്ങിപ്പോവും. ഞാൻ ഓടയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് മുമ്പ്. MLA ആയിരിക്കുമ്പോ ഓടയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ ഓടയിൽ കിടന്ന് ഉറങ്ങിയെന്ന് മാത്രം. ഞാൻ തന്നെ ഒരു ഓട ആയിരുന്നല്ലോ അന്ന്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ വെറും എക്സായിട്ട് നിൽക്കുന്നത്. എന്നെ വീട്ടിലാക്കണം. ഒന്ന് സഹായിച്ചു. സഹായിക്കാം. താങ്ങെടുത്തു. XMLA ഇയാളത് വിളിച്ചു തോന്നുന്നു. നിങ്ങൾ പിന്നെ എനിക്ക് എന്റെ പേടി ഈ പരുവത്തിൽ അങ്ങോട്ട് ചെന്നാൽ എന്റെ ഭാര്യ എന്നെ കൊല്ലും. കാതറിന്ന് എന്നെ കൊല്ലും. അവൾ എന്നെ തല്ലും. പക്ഷേ ഭാര്യയുടെ തല്ലൊരു തുല്ലല്ല. തല്ലു കൊള്ളാത്ത ഭർത്താവ് ഭർത്താവല്ല. സ്വന്തം അനുഭവം പറയാ. തല്ലു കൊള്ളാത്ത ഭർത്താവ് ഭർത്താവല്ല. ഭഗവാൻ ശ്രീ പരമശിവൻ പാർവതിയെ കല്യാണം കഴിച്ചു. 100 വർഷമായിരുന്നു മധുവിധ കാലം. 100 വർഷം. ഭഗവാന്റെ മധുവിധ കാലം 100 വർഷമാണ്. നമ്മുടേത് 3 മാസം. 3 മാസം. 3 മാസം നമ്മളെ ആരും തിരക്കത്തില്ല. ഇഷ്ടം പോലെ ജീവിക്കുക എവിടെയും. അന്നാണ് നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത് വിരുന്നൂട്ടാൻ. വിരുന്നൂട്ടാൻ ചെന്നാൽ കോളല്ലേ. വിരുന്നുണ്ണാൻ കയറി ചെന്നാൽ ഒരു മുറിയം കൊഴിഞ്ഞിട്ടിരിക്കരുത്. നമുക്ക് വേണ്ടി കട്ടിൽ മെത്തെല്ലാം ഒരിക്കലും കിട്ടിരിക്കുക. അങ്ങോട്ടും കയറിക്കൊണ്ടാൽ മതി. ഇവിടെ അടുക്കളയിൽ വറുപ്പും കരിപ്പും വറുപ്പും കരിപ്പും വറുപ്പും. ഇതിനിടയ്ക്ക് പിള്ളേരാരെങ്കിലും അങ്ങോട്ട് ഓടിപ്പോയ തള്ള വിളിക്കും, ഇനി പോരെ. അവിടെ ചെന്ന് എത്തി നോക്കരുത്. ഇനി പോരെ. അംഗീകാരം.
100 വർഷമായിട്ട് ഭഗവാനെ കാണാതായപ്പോ ദേവന്മാർക്കൊക്കെ സങ്കടമായി. കാരണം സംഹാരങ്ങൾ നടക്കുന്നില്ല. ഭഗവാൻ ഒരുപാട് ജോലിയുണ്ട്, സംഹാരകർത്താവാണ്. എല്ലാരും കൂടെ വിഷ്ണുവിന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു. വിഷ്ണു പറഞ്ഞു, വരും നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം, വരും വരും. ദേവന്മാരെല്ലാം കൂടെ ചെന്നു. ഭഗവാൻ വിളിച്ചു, വിഷ്ണു തന്നെ വിളിച്ചു, ഭഗവാനെ സംഹാരകർത്താവേ, സംഹാരകർത്താവേ, ഒന്ന് ഉപസംഹരിക്കണം, ഒന്ന് ഉപസംഹരിക്കണം. ശരി, ഉപസംഹരിച്ചിരിക്കുന്നു. അപ്പൊ ഭാര്യ പാർവതി സകല ദേവന്മാരെ അടച്ചു പിടിച്ച് ഒരു ആക്ഷേപം വെച്ചു കൊടുക്കും, ഒരു ശാപം. എടാ ദേവന്മാരെ, നിനക്കാർക്കും മക്കളുണ്ടാകും വോട്ടർ. ദേവന്മാർക്ക് മക്കളില്ല, പാർവതിയുടെ ശാപം കൊണ്ടാ. മാത്രമല്ല ഭർത്താവിന് നല്ല നുള്ളും കൊടുത്തു. അപ്പോൾ ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാനും പറയും, ഭാര്യയുടെ നുള്ളൊരു നുള്ളല്ല, നുള്ളു കൊള്ളാത്ത ഭർത്താവും ഭർത്താവൻ. വിദ്യാർത്ഥി, എന്റെ പേടി, അവളെന്നെ തല്ലിക്കോട്ടെ, എന്റെ മുടി അവള് വലിച്ചു പറിക്കും. നോക്കണം, ഒരൊറ്റ രോമമുണ്ടോ, എല്ലാം അവള് വലിച്ചു പറിച്ച് കളഞ്ഞ. ആ ചുമ കേൾക്കുന്നോ, എന്റെ ഭാര്യ ചുമക്കുക കണ്ടോ, ആ വീട്ടിൽ നിന്ന് ചുമക്കുന്ന അവൾ അകാദരി, അവള് ചുമച്ച് തുപ്പുന്നുണ്ടോ ചോര. അവൾക്ക് ക്ഷയരോഗം, എന്റെ കാതറിന് ക്ഷയരോഗം. അതെ, ആ പാവപ്പെട്ട സ്ത്രീ ചുമച്ചു തുപ്പുന്നു ചോര. എന്നിട്ട് നിവർന്ന് നോക്കുമ്പോ വരുന്നു ഭർത്താവ്, വേറെ തന്നെ തോളെ തോന്നി. ഇപ്പൊ ഭർത്താവിനെ അവള് വിളിച്ചത്, എടാ എടാ പട്ടി, എടാ നാറി, ചെന്ന് പെണ്ണിന്റെ കാശെല്ലാം പിടിച്ചു കൊണ്ടുപോയി കുടിച്ചു തീർത്തോ. ഞാനും പിള്ളേരും പട്ടിണി, അവൻ ചെന്നെല്ലാം കുടിച്ചു തീർത്തു. ഇവനെ ആ കൂട്ടുകാരൻ, അവരാ പട്ടി. ഉപകാരം ചെയ്താ ഉത്തരവ്, ഒരക്ഷരം വേണ്ടാതെ നിൽക്കാൻ ഇറങ്ങി പോവാൻ. എങ്കിലും ആ വീട്ടിലെ ദാരിദ്ര്യം കണ്ടപ്പോൾ പോക്കറ്റുള്ള ചില്ലറ ആരും കാണാതെ എടുത്ത് മേശപ്പുറത്തിട്ട് കൊടുത്തിട്ട് പോകും. 5 തരം കെട്ടൊന്ന് തിരിച്ചെത്തി സ്വന്തം മുറിയിൽ കയറി ചെന്ന് കടലിൽ വീണു, സുഖനിദ്ര. 5 ദിവസമായിട്ട് പട്ടിണിയായിരുന്നു. ഇപ്പൊ ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു, സുഖമായിട്ട് ഉറങ്ങുന്നു. സ്വത്തുക്കളെ കുറ്റവും ശിക്ഷയും എന്ന ഈ കൃതിയുടെ കർത്താവ്, ഈ കഥയുടെ പ്രാരംഭ രംഗത്ത് ഇതിന്റെ കഥാകൃത്ത് നമ്മളെ പരിചയപ്പെടുന്ന ആരെയാണ്? 4-5 വില കുറഞ്ഞ മനുഷ്യരെ, ഇതെല്ലാം വില കുറഞ്ഞവർ. ഇനി വില കൂടിയവര് വരുന്നുണ്ട്, വില കൂടിയവരും വില കുറഞ്ഞവരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ സമൂഹത്തിന്റെ യഥാർത്ഥമായ ചിത്രീകരണം 142 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതി. അന്നത്തെ ആ സാഹചര്യം ഇന്നും ലോകത്ത് പലർത്തും നിലനിൽക്കുന്നു, മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം. അപ്പൊ വില കൂടിയവരുണ്ട്, വില കുറഞ്ഞവരുമുണ്ട്. ഈ കഥ എഴുതിയ ആളിന് വേറൊരു പേരുണ്ട്, ദസ്തയേവ്സ്കിക്ക്. തടവറയിലെ ഷേക്സ്പിയർ. തടവറയിലെ ഷേക്സ്പിയർ അങ്ങനെ പറയാൻ കഴിയും. നേരത്തെ അദ്ദേഹം ഉൾപ്പെടെ 12 പേര് നാട് കടത്തിയല്ലോ. ആ ശിക്ഷ ഇളവ് ചെയ്തു, തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ജയിലിലിട്ടു. ജയിലിൽ ഒരു 10-16 വർഷം അവിടെ കിടന്നുകൊണ്ട് എഴുതി, ധാരാളം എഴുതി, ലോകപ്രസിദ്ധ നോവലുകൾ. അതിലൊന്നാണ് കുറ്റവും ശിക്ഷയും. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുന്നു, തടവറയിലെ ഷേക്സ്പിയർ. ഷേക്സ്പിയർ നിങ്ങൾക്കറിയാം, ഞാനിവിടെ കഥ പറഞ്ഞിട്ടുണ്ട്, ഷേക്സ്പിയറുടെ കഥ. ഒഥല്ലോ പറഞ്ഞിട്ടുണ്ട്, റോമിയോ ജൂലിയറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 10-38 നാടകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹത്തിന് കൊടുത്തേക്ക് പേര് തടവറയിലെ ഷേക്സ്പിയർ. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ത്യക്കാർക്ക്, ഭാരതീയർക്ക് ഒരു ഷേക്സ്പിയർ ഉണ്ടായിരുന്നു, വിശ്വമഹാകവി കാളിദാസൻ. അദ്ദേഹത്തെ പാശ്ചാത്യ പണ്ഡിതന്മാർ വിളിക്കുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ. ഇന്ത്യൻ ഷേക്സ്പിയർ അങ്ങനെ വിളിക്കാൻ കാര്യം, അദ്ദേഹത്തിന്റെ കൃതികളിലെല്ലാം രാജാക്കന്മാരാണ്, കൂടുതലും വില കൂടിയവരാണ് അതിനകത്തെ കഥാപാത്രങ്ങൾ, രാജാക്കന്മാർ. ഉദാഹരണത്തിന് രഘുവംശം. രഘുവംശത്തിൽ ദിലീപനെ തുടങ്ങി അഗ്നിവർണ്ണനിൽ അവസാനിക്കുന്നു. 19 അധ്യായങ്ങളിലായിട്ട്, 19 സർഗങ്ങളിലായി മഹാകാവ്യം, മനോഹരമായ കാവ്യം. 19 രാജാക്കന്മാരുടെ കഥ. ദിലീപൻ നല്ല രാജാവായിരുന്നു കേട്ടോ, നിങ്ങൾക്കറിയാം. ദിലീപിന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചു. നല്ല രാജാവായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് കാളിദാസൻ പറയുന്നത്, പ്രജാനാമേവ ഭൂത്യർത്ഥം സദാഭ്യോ ബലിമഗ്രഹീത്. പ്രജാനാമേവ ഭൂത്യർത്ഥം സദാഭ്യോ ബലിമഗ്രഹീത്. പ്രജകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി അദ്ദേഹം അവരിൽ നിന്ന് നികുതി പിരിച്ചു. എന്തുപോലെ? സഹസ്രഗുണമുത്സൃഷ്ടം ആദത്തെ ഹിരസം രവി. രവി സൂര്യൻ. സൂര്യൻ വെള്ളം വലിച്ചെടുക്കുന്ന എന്തിനാണ്? 1000 മടങ്ങ് വർഷിക്കാൻ വേണ്ടിയാണ്, ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഇദ്ദേഹം പ്രജാനാമേവ ഭൂത്യർത്ഥം സദാഭ്യോ ബലിമഗ്രഹീത്. ആ ദിലീപൻ, ആ രാജാവ് നികുതി പിരിച്ച അതിനു വേണ്ടിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ദിലീപന്മാരും
നികുതി പിരിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിൽ പുതിയ കുറേ നികുതി വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ദിലീപന്മാരും നികുതി പിരിക്കുന്നുണ്ട്. അതിനാണ് അവര് പിരിക്കുന്നത് ഭരണയന്ത്രത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാനാണ്. എത്ര ഒഴിച്ചു കൊടുത്താലും ഭരണയന്ത്രം വായും തുറന്നിരിക്കുക. ഒഴിച്ചോ ഒഴിച്ചോ, ഒന്നും ആയിട്ടില്ല, ഒഴിച്ചോ. കുറ്റം പറയണോ? ഒരു ഗുരുവായൂർ പോക്കിന് തന്നെ എണ്ണ എത്ര വേണം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരുപാട് ചെലവുണ്ട്. ചെലവുള്ളതാ, കുറ്റമല്ല. പിന്നെന്താ ചക്കര വർത്തമാനം പറഞ്ഞു പലരും വിശ്വസിച്ചു കൊടുക്കുകയും ചെയ്തു. സുഖമായിട്ട് ഭരിക്കാനും വന്നു. ദിവസോത്തറായി നേര് പറയുന്ന ദിവസോത്തറായി 8 മാസമായി. 250 ദിവസമായി. കുറഞ്ഞല്ല, എല്ലാത്തിനും കുറച്ചു. ഒന്നും പറയണ്ട, എല്ലാത്തിനും കുറച്ചു. 14 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു മുളക്. 1 കിലോ മുളക് കഴിഞ്ഞ വർഷം ഇതുപോലെ സമയത്ത് 14 രൂപ. അത് കുറച്ച് കൊണ്ടുവന്ന് 75 രൂപ ആക്കിയിട്ടുണ്ട്. അത് കൂട്ടി കുറയ്ക്കാം. കുറ്റം പറയാനോ കുറയ്ക്കാനൊക്കെ നല്ല കുറയ്ക്കാം. എന്തിന് കച്ചവടക്കാർക്കൊക്കെ എന്ത് സന്തോഷം. കഴുത്തറക്കി കച്ചവടക്കാർക്ക് അങ്ങോട്ട് ചെന്നാൽ ഒരു പഴം മുറുകാങ്ങളെ മുമ്പിൽ ചെന്ന് ഒരു പഴം ഇരിഞ്ഞു. അവിടെ അനുവാദമല്ല, ഇരിഞ്ഞു. നമുക്ക് ഒരു കപ്പപ്പഴം ചുവന്ന നിറവ. അത് വലിയ കളഞ്ഞിട്ട് ഒന്ന് കടിച്ച് തൊണ്ടയിറങ്ങുമ്പോൾ അത് ചോദിച്ചു, എന്താ വില? 7 രൂപ. പഴം മുകളിലോട്ടും കീഴ്പോട്ടും ഇറങ്ങാതിരിക്കുക. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഈ പ്രജാനാമേവ ഭൂത്യർത്ഥം സദാഭ്യോ ബലിമഗ്നിഹി എന്ന കാളിദാസ പദ്യം 6-ാം നൂറ്റാണ്ടിലെ ആളുകള്, 6-ാം നൂറ്റാണ്ടിലെ ദിലീപൻ എന്ന രാജാവ് എന്തിനാ നികുതി പിരിച്ചത്? അതുകൊണ്ട് ഈ പദ്യം ഞാൻ നേരെ കേന്ദ്രത്തിലേക്ക് മൻമോഹൻ സിംഗിന് അയച്ചു കൊടുക്കാൻ പോവാ. വായിച്ചു പഠിക്കട്ടെ, അദ്ദേഹം വായിച്ചു കാണും. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ രാജാവ് ദിലീപൻ നല്ലവനായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് രഘു. രഘുവിന്റെ വംശമാണ് രഘുവംശം. ഈ രഘുവിന്റെ മകനാണ് അജൻ. അജന്റെ മകനാണ് ദശരഥൻ. ദശരഥന്റെ മകനാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ മകനാണ് കുശൻ. അങ്ങനെ പോയി അവസാനം അഗ്നിവർണ്ണൻ അവസാനത്തെ രാജാവാണ് ഈ രഘുവംശത്തില്. അഗ്നിവർണ്ണൻ രാജാവായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭരിക്കാൻ കഴിയത്തില്ല. സെക്രട്ടേറിയറ്റിൽ പോകത്തില്ല, അന്തപുരത്തിൽ തന്നെ കിടക്കുക. അന്തപുരം നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. രാജാനോ ബഹുവല്ലഭാഹ, അവിടെ തന്നെ. പക്ഷെ ജനങ്ങൾ ഇയാളെ കാണാൻ കൂടി. പുതിയ രാജാവല്ലയോ, എല്ലാരും കൂടെ കൊട്ടാരത്തിന് ചുറ്റും കിടക്കുക. ഭഗവാൻ രാജാവിനെ, അഗ്നിവർണ്ണ മഹാരാജാവിനെ കാണണം. ഇയാളിറങ്ങൂ. ഒരു മന്ത്രി എന്ന് വിളിച്ചു. തിരുമനസേ, അങ്ങനെ വേണല്ലോ വിളിക്കാൻ. തിരുമനസേ, ആരാ? ഞാനാ മന്ത്രിയാ. എന്താടാ? ആള് കൂടി കിടക്കുന്നു, അങ്ങനെ കാണാൻ ഇപ്പൊ സൗകര്യം. അപ്പൊ ഇയാള് താക്കോൽ ദ്വാരത്തിൽ അങ്ങ് നോക്കിയപ്പോ ശരിയാക്കാം, സൗകര്യമല്ലാത്ത പരുവത്തിലാകും. ഇത്തിരി കഴിഞ്ഞു മതി. അത്രയ്ക്ക് നിർബന്ധമാണോ? എന്നാ കണ്ടാട്ടെ. 2 കാല് നീട്ടി കാണിച്ചു. കിടപ്പ് 2 കാല് ജാലകപ്പഴം കൂടി നീട്ടി തൂക്കിയിട്ട് കൊടുത്തു. 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളല്ലയോ, അവര് ജയ വിളിച്ചു. രാജാവിനെ കണ്ടതായിട്ടാ ജയ വിളിച്ചു. ജയ ജയ മഹാരാജ രാജരായ സംസജ്ജൻ കിരീടപതി മന്നേ സുൽത്താൻ കീ ജയ്. ആ പോകുന്നു 6-ാം നൂറ്റാണ്ടിലെ പൊതിയനം ജയ വിളിച്ചോണ്ട്. പക്ഷെ ഒരുത്തൻ അടുത്ത് നിന്നവനോട് ചോദിച്ചു, എടാ നേര് പറ, നീ കണ്ടോ അയാളെ? കണ്ടു. എങ്ങനെ കണ്ടു? തൂങ്ങിക്കിടക്കുകയല്ലയോ, മരത്തെ വവ്വാല് തൂങ്ങിക്കിടക്കുന്ന പോലെ. അഗ്നിവർണ്ണൻ. എന്തിനു പറയുന്നു? അഗ്നിവർണ്ണൻ ചത്തു കേട്ടോ, ക്ഷയം പിടിച്ചെത്തു. അയാൾ ക്ഷയം പിടിച്ചേ ചാവത്തുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണമല്ലോ നേരെ ചൊവ്വേ ജീവിക്കാൻ. ചത്താക്ക് മക്കളുമില്ല. അവിടെ അവസാനിക്കുന്നു രഘുവംശം. വിശ്വമഹാകവി കാളിദാസൻ അവിടെ അവസാനിപ്പിക്കുന്നു രഘുവംശം. 19-ാം സർഗത്തിൽ അവസാനിപ്പിക്കുന്നു. അതിനൊരു വലിയ സന്ദേശമുണ്ട്. ആ വലിയ സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. ഈ രാജവാഴ്ചയുടെ ദയനീയമായ അന്ത്യം, ചമച്ച് ചോര തുപ്പിയല്ലേ ചത്തത്. ദയനീയമായ അന്ത്യം, രാജവാഴ്ചയുടെ ദയനീയമായ അന്ത്യം സുനിശ്ചിതം, സംശയമില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പാശ്ചാത്യ പണ്ഡിതന്മാർ നമ്മുടെ കാളിദാസനെ വിളിക്കുന്നത് ഇന്ത്യൻ ഷേക്സ്പിയർ. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങമ്പുഴ അദ്ദേഹത്തെ കുറിച്ച് പാടിയത്.
ഇത് 6-ാം നൂറ്റാണ്ട്. സുഹൃത്തുക്കളെ, 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ലൂയി 16 18-ാം നൂറ്റാണ്ടിൽ. നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ എത്തുന്നു. ലൂയി 16 നമ്മുടെ അഗ്നിവർണ്ണന്റെ ചേട്ടനായിരുന്നു രാജ്യകാര്യങ്ങളിൽ. അയാളും ഭരിക്കാൻ പോകത്തില്ല. നാട്ടിൽ പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, നാശം. അവിടുത്തെ ജനങ്ങൾ കൊട്ടാരത്തിന് ചുറ്റും കൂടി. അയാളെ കാണാനല്ല, അവര് വിളിച്ചു പറഞ്ഞു, ജനക്കൂട്ടം വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് റൊട്ടി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പട്ടിണി, ഞങ്ങൾക്ക് തൊഴിലില്ല, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് റൊട്ടി കിട്ടുന്നില്ല, റൊട്ടി കിട്ടുന്നില്ല. ഈ വിളി കേട്ടപ്പോ രാജാവിന്റെ ഭാര്യ ചോദിക്കുന്നു, അവരെന്തോ പറയുന്നത്, അവരെന്തോ വിളിച്ചു പറയുന്നു, അവർക്ക് റൊട്ടി കിട്ടുന്നില്ലെന്ന്. റൊട്ടി കിട്ടുന്നില്ലെങ്കിൽ ഇപ്പൊ ഈ കേക്ക് മേടിച്ചു തന്നെയാണോ, അതിപ്പോ ഇവിടെ വന്നു കിടന്ന് വെള്ളം ഉണ്ടാക്കിയ. പക്ഷെ ആ ജനങ്ങളോട് സംസാരിക്കാൻ ആളുകളുണ്ടായി. വലിയ സാഹിത്യകാരന്മാരും, റൂസോ, വോൾട്ടയർ, റൂസോ തുടങ്ങിയ സാഹിത്യകാരന്മാരും അവരുടെ കൃതികൾ വ്യാഖ്യാനിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ അധ്യാപകന്മാരും അഡ്വക്കേറ്റുമാരും. അവർ പറഞ്ഞു, നിങ്ങൾ മുദ്രാവാക്യം വിളിക്കൂ, ഈ രാജവാഴ്ച അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കണം, വിളിക്കൂ. ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി, ലിബർട്ടി, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം വിളിക്കൂ. കൈകെട്ടി ആയുധങ്ങളുമായി ജനക്കൂട്ടം മുദ്രാവാക്യം വിളിച്ചിട്ട് പോന്നു. ചെന്ന് ബാസ്റ്റലിൻ കോട്ടയിഞ്ഞ് പിടിച്ചു. ആ കോട്ടയം കുറെ അധികം തടവുകാരെ കിട്ടുന്നുണ്ട്, അവരെല്ലാം മോചിപ്പിച്ചു. മാത്രമല്ല ആ കോട്ടയം അവർ ഇടിച്ചങ്ങോട്ട് നിരത്തി. ഇവിടെ ഇങ്ങനെ തടവറ വേണ്ടടാ, രാജാവിന്റെ തടവറ ഇടിച്ചു നിരത്തി. എന്നിട്ടാ ജനക്കൂട്ടം ഇരച്ചു കടന്നു കൊട്ടാരത്തിലേക്ക്. അകത്ത് കയറി ലൂയി 16 ഇഞ്ഞ് പിടിക്കുന്നു. എടാ ഭാര്യയും പിടിച്ചു കൊണ്ടുവന്ന് ഗില്ലറ്റിൻ എന്ന യന്ത്രത്തിലിടുന്നു. ഒരു ബട്ടൺ തട്ടുന്നു, താ കിടക്കുന്നു, തല അപ്പുറത്തും ഉടലിപ്പുറത്തുമായിട്ട് ലൂയി 16. എന്നിട്ട് അവര് ഒരു പുതിയ ഭരണകൂടം ഉണ്ടാക്കുന്നു, റിപ്പബ്ലിക്. ലോകത്താദ്യമായിട്ട് റിപ്പബ്ലിക്. ഫ്രാൻസിൽ റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്. ഇപ്പോൾ ഇന്ത്യ ഈസ് എ റിപ്പബ്ലിക്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 26 നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ഈ റിപ്പബ്ലിക്കിന്റെ 43ാമത് വാർഷികം ആഘോഷിച്ചിട്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ രാജാവില്ലാത്ത ഭരണം. രാജാവ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇവിടെ അത്രയും രാജാക്കന്മാരില്ലായിരുന്നു. തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരാനാണെങ്കിൽ എത്ര രാജാക്കന്മാർ? തിരുവനന്തപുരം രാജാവ്, ആറ്റിങ്ങൽ രാജാവ്, കൊല്ലം രാജാവ്, ഇങ്ങോട്ട് വന്നാൽ കായംകുളം രാജാവ്, ഓച്ചറ രാജാവ്, ഡയമണ്ട് രാജാവ്, ഇസ്പേഡ് രാജാവ്, എത്ര രാജാക്കന്മാരായിരുന്നു. ഇപ്പൊ മരുന്നിനരയ്ക്കാൻ ഒരുത്തനുണ്ടോ? ഇപ്പൊ നമ്മളെ രാജാക്കന്മാർ. നമ്മൾ രാജാക്കന്മാർ മാത്രമല്ല, നമ്മൾ കിങ് മേക്കേഴ്സ് ആണ്. നമുക്ക് രാജാക്കന്മാരെ സൃഷ്ടിക്കാൻ അറിയാം. 18 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം അതിനുള്ള പവറുണ്ട്, വോട്ടവകാശം. അതുകൊണ്ടല്ലേ സ്ഥാനാർത്ഥികൾ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നത്. ഒരു പരിചയമില്ലെങ്കിലും ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾ കാണുമ്പോൾ ചിരിക്കും, കൊച്ചു വർത്താനം പറയും. എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്നില്ല. പോണം. മൂത്ത മോള് ഇവിടാണോ, ഇക്കരയാണോ, അക്കരയാണോ? അവള് ഇക്കരയും അക്കരയും കൂടെ. എന്താ ഇത്ര സന്തോഷം. നമ്മൾ വിചാരിച്ച അവൻ ജയിക്കും. അവൻ ജയിച്ച MLA ആവും, ചിലപ്പോ മന്ത്രിയാവും, ചിലപ്പോ മുഖ്യമന്ത്രിയാവും, ചിലപ്പോ പ്രധാനമന്ത്രിയാവും. അപ്പൊ നമ്മളാണ് കിങ് മേക്കേഴ്സ്. അതുകൊണ്ടല്ലേ ഇലക്ഷൻ്റെ നമ്മളോട് വലിയ ഇഷ്ടം, വലിയ സ്നേഹമാണ്. തളവാദം പിടിച്ച് കിടക്കുന്നതിനൊക്കെ താങ്ങെടുത്ത് കട്ടിലിട്ട് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു കൊടുക്കും, കിളവി മറക്കരുത് കേട്ടാ, നമ്മുടെ അടയാളം മറക്കരുത്. മറക്കത്തില്ലടാ ചെല്ലപ്പാ, മറക്കത്തില്ലടാ. വല്യമ്മയുടെ വിചാരം ഇങ്ങോട്ടും കട്ടിലേ പോരാവുന്ന. അവരവിടെ കൊണ്ട് കളഞ്ഞിട്ട് വേറെ വല്യമ്മയെ പിറക്കാൻ പോയിരിക്കുന്നു. അതാണ് നമുക്കുള്ള കരുത്ത്. ഇത് ആദ്യമായിട്ടുണ്ടായി ഇവിടെയാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥലത്താണ്, ഫ്രാൻസിൽ റിപ്പബ്ലിക് ഉണ്ടായി. അതിന്റെ ഗുണം എന്താ? ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായി വെച്ചിരുന്ന പള്ളി, പട്ടക്കാരൻ, അവരുടെ എല്ലാം ഭൂമി വേണ്ടവന് കൊടുത്തു, വേണ്ടപ്പെട്ടവന് കൊടുത്തു, കൃഷി ചെയ്യുന്നവന് കൊടുത്തു. അതാണ് ഫ്രഞ്ച് വിപ്ലവം. ഇപ്പൊ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്തടുത്തിരിക്കുന്നവർ തമ്മിൽ പറയും, ഞങ്ങൾ പഠിച്ചതായത്, ഞങ്ങൾക്ക് പഠിക്കാനുണ്ടാ ഫ്രഞ്ച് വിപ്ലവം. സുഹൃത്തുക്കളെ, ആ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ആവേശം കൊണ്ട് റഷ്യൻ സാഹിത്യകാരന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്നു ദസ്തയേവ്സ്കി മാത്രമല്ല, ടോൾസ്റ്റോയ് തുടങ്ങിയ സാഹിത്യകാരന്മാർ, മാക്സിം ഗോർക്കി, മയക്കോവ്സ്കി, അലക്സാണ്ടർ പുഷ്കിൻ തുടങ്ങിയ സാഹിത്യകാരന്മാർ. അവരുടെ കൃതികളാണ് റഷ്യൻ ജനതയെ പ്രചോദിപ്പിച്ചതും റഷ്യൻ വിപ്ലവം നടന്നതും. അപ്പോൾ ഈ കഥാകൃത്ത് അവിടുത്തെ ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ജീവിതം പകർത്തുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയിലൂടെ കുറ്റവും ശിക്ഷയും. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നിക്കാബിന്റെ അമുറിയുടെ വാതിൽ ആരോഗ്യം തട്ടുന്നു. നിക്കാബ് ഉറക്കമാണോ? കഷ്ടം. 4 ദിവസം